ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മീൻതല വാങ്ങി. കേരമീൻ്റെ തലയാണ്. അലേട്ടന് എനിക്കിത് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഒരു മീൻതല വിരോധിയാണെങ്കിലും നേരം വെളുക്കുന്നിടം വരെ ഞാൻ ഈ തലയുമായിട്ടിരിക്കും. രാത്രി ഫുഡ് കിട്ടില്ല എന്ന ആ ഒരു കാരണത്താൽ എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഈ തലയിൽ എന്തിനാ ഇത് കറി ഉണ്ടാക്കി കഴിക്കുന്നതെന്നൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടാട്ടോ കട്ട് ചെയ്ത് തരുന്നത്. രണ്ട് വഴക്ക് കേട്ടാലും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഈ മീൻതലയുടെ ഒരു പ്രത്യേക ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൺചട്ടിയിലേക്ക് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി കേട്ടോ. എന്നിട്ട് ഈ മൂത്ത് വന്നതിലേക്ക് നമുക്ക് ഈ പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരട്ടെ. പൊടികളൊന്ന് മൂത്ത് ഒരു സ്മെല്ല് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളത്തിലിട്ട് പുളിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാൻ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. തിളച്ച ശേഷം നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന തലയെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തലയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മൂടി വെക്കാവേ. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചാറെല്ലാം വറ്റി വരുന്നിടം വരെ കുറച്ച് നേരം, തലയ്ക്ക് കുറച്ച് വേവുണ്ട്, അപ്പോൾ ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.